സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സത്യവേദ പുസ്തകത്തിലെ പഴയ നിയമത്തിലെ എസ്തേറിൻ്റെ പുസ്തകം അധ്യായം 8 6 തിരുവചനം. എൻ്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും? എൻ്റെ വംശത്തിൻ്റെ നാശവും ഞാൻ എങ്ങനെ സഹിക്കും? കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട എസ്തേറിൻ്റെ പുസ്തകം 8 അധ്യായം 6 തിരുവചനത്തിൽ ഒരു സ്ത്രീയുടെ, ഒരു രാജ്ഞിയുടെ, അഥവാ എസ്തേർ എന്ന മഹാരാജ്ഞിയുടെ ഒരു വേദനയാണ്, ഒരു ആത്മഭാരമാണ്, ഒരു ആദ്യ ആശങ്കയാണ് നാം കാണുന്നത്. ഇങ്ങനെ ഒരു വേദനയും ഒരു ആത്മഭാരവും ഒരു ആദ്യ ആശങ്കയും അവർക്ക് വരാനുള്ള കാരണം എന്താണ്? എസ്തേർ എന്ന പുസ്തകം നാം പഠിക്കുമ്പോൾ ഹാമാൻ എന്ന ഒരു മനുഷ്യനെ നാം കാണും. ഈ മനുഷ്യൻ യഹൂദന്മാരുടെ മുഴുവൻ ശത്രുവായിരുന്നു. ഈ മനുഷ്യനെ ഈ ഒരു തലത്തിലേക്ക്, അഥവാ യഹൂദന്മാരെ വെറുക്കുവാൻ കാരണമായി തീർന്നത് ഒരു ദുരഭിമാനമാണ്. ആ ദുരഭിമാനം തന്നോടൊപ്പം ജോലി ചെയ്യുന്ന മൊർദെഖായി എന്ന് പറയുന്ന യഹൂദൻ, രണ്ടുപേരും ഒരേ ഓഫീസിൽ ഒരേ രാജാവിൻ്റെ കീഴിൽ ജോലിയെടുക്കുന്ന 2 ഉദ്യോഗസ്ഥരാണ്. ഈ ഹാമാൻ മൊർദെഖായിയേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. എന്നിട്ടും ഈ ഹാമാൻ തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന യഹൂദനായ മൊർദെഖായിയെ വെറുക്കുകയാണ്. കാരണം ഈ മൊർദെഖായി എന്ന യഹൂദൻ സാധാരണയായി അവരുടെ വംശത്തിൻ്റെ, ഗോത്രത്തിൻ്റെ, അവരുടെ സമുദായത്തിൻ്റെ ആചാരമനുസരിച്ച് മനുഷ്യരെ വണങ്ങാറില്ല. എല്ലാ ദിവസവും മറ്റുള്ളവർ ഹാമാനെ വണങ്ങുമ്പോൾ ഈ മൊർദെഖായി മാത്രം ഹാമാനെ വണങ്ങുന്നില്ല, അഥവാ നമസ്കരിക്കുന്നില്ല. മനുഷ്യ ആരാധന യഹൂദനെ സംബന്ധിച്ച് നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ മൊർദെഖായി ഹാമാനെ നമസ്കരിക്കാത്തത് ഹാമാനെ ചൊടിപ്പിച്ചു. ഇക്കാരണത്താൽ ഹാമാൻ മൊർദെഖായിയെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ വംശത്തെയും, അഥവാ യഹൂദ ജനത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ആലോചിക്കുകയാണ്, ഗൂഢാലോചന നടത്തുകയാണ്. തൻ്റെ ഭാര്യയുടെയും സമ്മതത്തോടെ രാജാവിൻ്റെ അടുക്കൽ പോയി അതിനുള്ള അനുവാദം വാങ്ങി അതിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ച് തീയതിയും കുറിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നാം വായിച്ചു കേട്ട എസ്തേർ എന്ന രാജ്ഞിയുടെ ഇടപെടലുണ്ടാകുന്നത്. സമയോചിതമായ എസ്തേർ രാജ്ഞിയുടെ ഇടപെടൽ മുഖാന്തരം യഹൂദന്മാർക്ക് വരാനിരുന്ന വംശനാശത്തിൽ നിന്ന് വലിയ വിടുതലുണ്ടായി. ഇവിടെ നാം വായിച്ചു കേട്ട തിരുവചനത്തിൽ എസ്തേർ 8:6 അന്ന് ആ ദേശത്തിലെ രാജ്യഭാരം വഹിച്ചിരുന്ന രാജാവിനോടുള്ള എസ്തേറിൻ്റെ അപേക്ഷയാണ്. എൻ്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെയാണ് കണ്ടു സഹിക്കുന്നത്? എൻ്റെ വംശത്തിൻ്റെ നാശവും ഞാൻ എങ്ങനെയാണ് കണ്ടു സഹിക്കുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി
രാജാവ് ആദ്യം പ്രസിദ്ധീകരിച്ച അഥവാ യഹൂദന്മാരെ നശിപ്പിക്കുവാനുള്ള ആദ്യം ഒപ്പിട്ട ആ കൽപ്പനയെ പുനഃപരിശോധിക്കുകയാണ്. അപ്പോൾ മനസ്സിലാവുന്നത് ഈ ഹാമാൻ അകാരണമായി യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു ഗൂഢാലോചന ചെയ്തത്. അതിന് കാരണം ഹാമാനെ മൊർദെഖായി നമസ്കരിക്കാത്തതാണെന്ന് തിരിച്ചറിഞ്ഞ രാജാവ് ഇതാ തൻ്റെ ആദ്യത്തെ തീരുമാനം മാറ്റിക്കൊണ്ട് അപ്രകാരം ഒരു വംശത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ഗൂഢാലോചന നടത്തിയ ഹാമാനെ തന്നെ നശിപ്പിക്കുവാനായിട്ട് പുതിയൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. അതെ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് തിരുവചനം പറയുന്നു. മൊർദെഖായിയെയും അവൻ്റെ വംശത്തെ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ച ഹാമാൻ ഇതാ നശിപ്പിക്കപ്പെടുകയാണ്. നമുക്ക് മറ്റുള്ളവർക്കെതിരെ ആലോചിക്കുവാൻ, ചിന്തിക്കുവാൻ, തീരുമാനിക്കുവാൻ, പ്രവർത്തിക്കുവാൻ അനുവാദമില്ല. ആമേൻ. ലോകമെതിരായി നിന്നെങ്കിലും വഴിയിൽ തടസ്സങ്ങൾ